Welcome back to a new episode showcasing the better painting practices for protecting your walls from the fungal attack. ഫംഗൽ അറ്റാക്ക് അതായത് പായൽ ഒട്ടുമിക്ക വീടുകളിലും ബിൽഡിങ്ങുകളിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. എങ്ങനെ നമുക്ക് ഈ ഫംഗൽ അറ്റാക്ക് തടയാം, അല്ലെങ്കിൽ ഒരു വാൾ അതിൽ ഫംഗൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ റെക്ടിഫൈ ചെയ്യാം? വി ഷുഡ് നോ മോർ അബൌട്ട് ദിസ് കൺസെപ്റ്റ്. ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, അവിടെ ഒരു റീപെയിൻറ്റിങ് എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ് വരുന്നത് പോലും ആ ഒരു ഫംഗൽ അറ്റാക്ക് അല്ലെങ്കിൽ മറ്റ് കംപ്ലൈൻറ്റ്സ് വളരെ അരോചകമായി തോന്നുമ്പോൾ മാത്രമാണ്. ശരിയല്ലേ? സോ കീപ് ട്യൂൺ ടു the new episode of Nexa P&C Consultant, India's first independent paints and coating consultant who can provide you the best system recommendations and specifications for your painting projects. Myself, Rajin Gangadharan. വളരെ മോഡേണായ പ്രോഡക്ട്സ്, അതായത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ഈ കാലത്ത് നമുക്ക് രസകരമായ ഒരു കാര്യം ചിന്തിക്കാൻ കഴിയും. അവർ ഓൾഡ് ബിൽഡിങ്സ്, അതായത് പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് ഇപ്പോൾ നിർമ്മിക്കുന്ന, അതായത് ഈ ടെക്നിക്കൽ അഡ്വാൻറ്റേജസ് ആയ ഈ ജനറേഷനിൽ നിർമ്മിക്കുന്ന ബിൽഡിങ്ങുകളിലാണ് ഈ ഫംഗൽ അറ്റാക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എനിവൺ നോട്ടീസ് ദാറ്റ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് സോ? മുൻ വർഷങ്ങളിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഫസ്റ്റ് വൺ വെന്റിലേഷൻ ആൻഡ് സെക്കൻഡ് വൺ സൺലൈറ്റ്. അതായത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അവിടെ ആ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ആ ഒരു ബിൽഡർ എപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത് നല്ല വായു സഞ്ചാരവും അതേപോലെ സൂര്യപ്രകാശവും അകത്തേക്ക് എത്തുന്ന രീതിയിൽ ആ ഒരു ബിൽഡിങ്ങിനെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു പണ്ടുകാലത്തെ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ നാച്ചുറൽ, ഹൈജീനിക് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ പ്രോസസ്. സൺലൈറ്റ് ഹാവിങ് മോർ ഹീലിംഗ് പവർ ദാൻ എനി അതർ മെഡിസിൻസ്. ഇത് ഞാൻ പറഞ്ഞതല്ല, പല ഡോക്ടേഴ്സും പറയുന്നതാണ്. അപ്പോൾ ഒരു വീടിനകത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്ത് എന്തുകൊണ്ടാണ് ഫംഗൽ അറ്റാക്സ് കൂടുതലായി വരുന്നത് എന്നുള്ളതിന് ആദ്യത്തെ ഉത്തരം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി. പുവർ വെന്റിലേഷൻ. ഇപ്പോഴത്തെ വീടുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ എപ്പോഴും നിർമ്മിക്കുന്നത് വെന്റിലേഷൻ കുറവായ രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡ്യൂ ടു ദി എയർ കണ്ടീഷനിങ് പ്രോസസ് ആൻഡ് അതർ തിങ്സ് വി ആർ restricting the ventilation to home. Second reason is leakages. Leakages എന്ന് പറയുമ്പോൾ പൈപ്പുകൾ അല്ലെങ്കിൽ AC വെന്റ് എന്നിവയിൽ നിന്നുള്ള ലീക്കേജ് ആവാം, അല്ലെങ്കിൽ ബാത്റൂംസ് നിന്നുള്ള ലീക്കേജ് ആവാം. ആ ഒരു ഈർപ്പം എപ്പോഴും ഫംഗസിന് വളരാൻ സഹായകരമാണ്. തേർഡ് വൺ ഈസ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ ഒരു AC സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബെഡ്റൂംസ് അല്ലെങ്കിൽ മറ്റു റൂമുകൾ, അവിടെ മോയ്സ്ചർ ട്രാപ്പ് ചെയ്യാനും അത് ആ ഒരു ഈർപ്പത്തിൽ നിന്ന് തന്നെ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. ഫോർത്ത് വൺ ഈസ് റെയിൻ. എല്ലാവർക്കും സാധാരണയായിട്ട് അറിയാവുന്നതാണ്, മഴ പെയ്തു വരുമ്പോൾ ആ ഒരു നനവിൽ നിന്ന് ഫംഗസ് ജനറേറ്റ് ചെയ്യാം. ഫിഫ്ത്ത് വൺ ഈസ് ഹൈ ഹ്യൂമിഡിറ്റി. അതായത് ഒരു ഹൈ ഹ്യൂമിഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ആ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായും മോയ്സ്ചർ കണ്ടൻസേഷൻ ഉണ്ടാവുകയും ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. സിക്സ്ത് വൺ ഈസ് പ്ലാന്റ്സ്. അതായത് ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ചുമരുകളോട് ചേർന്ന് നിൽക്കുന്ന ചെടികളും മരങ്ങളും ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവാൻ ഒരു കാരണമാകാറുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരു വീടിൻ്റെ ഇൻസൈഡോ ഔട്ട്സൈഡോ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ഫംഗൽ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഇത് ഹാംഫുൾ ആണ്? എല്ലാവരും ചിന്തിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരേ ഒരു റീസണാണ് ആ ഒരു ഫംഗൽ ഗ്രോത്ത് കാരണം ആ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ആ നിറങ്ങളുടെ ഭംഗി നഷ്ടപ്പെടും എന്നുള്ളത്. അത് ഒരു ഇമ്പോർട്ടൻ്റ് റീസൺ തന്നെയാണ്. നമ്മൾ വളരെയധികം ആഗ്രഹിച്ചുണ്ടാക്കിയ വീടിൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി ഫംഗൽ ഗ്രോത്ത് കാരണം നഷ്ടപ്പെടുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ലുക്ക് നൈസ്. പക്ഷേ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഫാക്ടർ ഉണ്ട്. ഇൻറ്റേർണൽ വാൾസിലാണ് ഈ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഫംഗൽ ഗ്രോത്ത് നമുക്ക്
ആ വീടിലെ അല്ലെങ്കിൽ ആ ഒരു റൂമിലെ റെസിഡൻസിന് വളരെ സീരിയസ് ആയ ഹെൽത്ത് കോൺസിക്വൻസസ് ഉണ്ടാക്കും. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത് ഈ ഫംഗൽ ഗ്രോത്ത്, അതായത് ചുമരുകൾക്കുള്ളിലെ ഫംഗൽ ഗ്രോത്ത് കൊണ്ടുണ്ടാകുന്ന മൈക്കോടോക്സിൻസ് ആ റെസിഡൻസിന് സീരിയസ് ആയിട്ടുള്ള റെസ്പിറേറ്ററി അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ ഫോർ എക്സാമ്പിൾ, ഈ മൈക്കോടോക്സിൻസ്, അതായത് ഈ ഫംഗസ് ജനറേറ്റ് ചെയ്യുന്ന മൈക്കോടോക്സിൻസ് റെസ്പിറേറ്ററി ഇഷ്യൂസ്, അതായത് ആസ്മ, അലർജി അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ജനറേറ്റ് ചെയ്യാൻ കാരണമാകും. സോ വി ഹാവ് ടു അവോയ്ഡ് ഓൾ ദീസ് കോൺസിക്വൻസസ് ആൻഡ് വി ഹാവ് ടു ടേക്ക് proper remedial actions to prevent this fungal growth from our walls. ഒരു ഫ്രഷ് വാൾ പെയിന്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു പുതിയ വീട് അല്ലെങ്കിൽ പുതിയ ബിൽഡിംഗ് ആണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് ആൻറ്റി ഫംഗൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് അവിടെ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇൻറ്റീരിയർ ഗ്രേഡിലാണെങ്കിലും എക്സ്റ്റീരിയർ ഗ്രേഡിലാണെങ്കിലും നിരവധി എമൽഷൻസും അതേപോലെ പ്രൈമേഴ്സും ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഓഫർ ചെയ്യുന്നവയാണ്. ആ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെല്ലാം പ്രോഡക്ട്സ് പ്രൊഡക്റ്റ് മിക്സ് നമുക്ക് ബെറ്റർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അപ്കമിങ് എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഒരു റീപെയിന്റിംഗ് പ്രൊജക്റ്റ് ആണെങ്കിൽ നെക്സ ആസ് ആൻ ഇൻഡിപെൻഡന്റ് പെയിന്റ്സ് ആൻഡ് കോട്ടിംഗ് കൺസൾട്ടന്റ് വി സ്ട്രോങ്ലി റെക്കമെൻഡ് ആൻറ്റിഫംഗൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ആൻറ്റിബാക്ടീരിയൽ ട്രീറ്റ്മെൻറ്റ് ഓൺ യുവർ വാൾസ്. ഈ ആൻറ്റിഫംഗൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊജക്ട് കോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ലീസ് പെർസെൻറ്റേജ് മാത്രമേ വരുന്നുള്ളൂ. ഒരു വാട്ടർ വാഷ് അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊസീജിയർ നടത്തുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഫംഗൽ ഗ്രോത്ത് മാത്രമേ ആ ഒരു ബിൽഡിംഗ് വാൾസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദ റൂട്ട് കോസസ് വിൽ ബി എക്സിസ്റ്റിംഗ് ഇൻ ദ വാൾ ഇറ്റ്സെൽഫ്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അതിന് ലഭിക്കുമ്പോൾ തീർച്ചയായും അത് റീഗ്രോത്ത് ചെയ്യും. അതേസമയം നമ്മളൊരു ആൻറ്റിഫംഗൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ട്രീറ്റ്മെൻറ്റ് ആ വാൾ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി റിമൂവ് ഓർ കംപ്ലീറ്റ്ലി ഡീഗ്രേഡ് ദി ഫംഗൽ റൂട്ട്സ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന എമൽഷൻസ് അത് അതിൻ്റെ ഒപ്റ്റിമം പെർഫോമൻസ് റീച്ച് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. So we request you to take better decisions on your repainting walls, and we will bring you the products and services which we can apply for antibacterial and antifungal treatments to your walls. And meanwhile, if there are immediate requirements, you can please contact us through below mail and contact number, and we will be there to support you in your painting projects. Thank you for watching.